നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു. ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. നാലോണ നാളിലെ പുലിക്കളിക്ക് തൃശൂരിൽ കൊടിയേറി. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെപ്റ്റംബർ 9 വരെ ടോൾ പിരിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു. ഭരണഘടനാ പദവിയിലിരുന്ന് ഗവർണർ പുറകിൽ നിന്ന് കുത്തുകയാണെന്ന് മന്ത്രി. സംസ്ഥാനത്ത് ഭീതി പരത്തി അമീബിക് മസ്തിഷ്ക ജ്വരം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗബാധ കാണപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിവാദം അവസാനിച്ചതായും ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. CPM അഹങ്കരിക്കേണ്ടെന്നും ചില കാര്യങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും സതീശൻ. MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മതിയായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലത്തെ വരവേറ്റ് അത്തം പിറന്നു. ഇനി 10 നാൾ പൂവിളിയുടെയും പൂക്കളത്തിന്റെയും ആഘോഷം. ഓണക്കോടിയും പുലിക്കളിയും ഓണസദ്യയുമൊക്കെയായി സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണമെത്താൻ ഇനി 10 നാൾ. മലയാളിയുടെ മനസ്സിലും വീടുകളിലും പൂവിളിയുടെ ആരവമുയരുകയാണ്. അത്തം പിറന്നാൽ പിന്നെ ഓരോ ദിവസവും തിരുവോണത്തിനായുള്ള കാത്തിരിപ്പിലാണ്. പ്രതീക്ഷകളുടെയും സന്തോഷത്തിന്റെയും നല്ല നാളുകളുടെ ഓർമ്മകളാണ് ഓണക്കാലം സമ്മാനിക്കുന്നത്. ഇത്തവണ അത്തം തുടങ്ങി 11ാം നാളിലാണ് തിരുവോണം. പല നക്ഷത്രങ്ങൾക്കും ഒരു ദിവസത്തിലേറെ ദൈർഘ്യം വരുമെന്നതിനാലാണിത്. അതിനാൽ ഇത്തവണ 11 ദിവസം പൂക്കളമിടേണ്ടി വരും. തൃശൂർ തെക്കേ ഗോപുരനട സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഇത്തവണയും അത്തപ്പൂക്കളമൊരുക്കി. സാംസ്കാരിക നഗരി ഓണാഘോഷത്തെ വരവേറ്റു. തൃശൂർ തെക്കേ ഗോപുരനട സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ 18ാമത് അത്തപ്പൂക്കള സമർപ്പണത്തിന് പി ബാലചന്ദ്രൻ MLA കൊടിയേറ്റി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ദീപം തെളിയിച്ച് പൂക്കളം സമർപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA ഓണസന്ദേശം നൽകി. ACP സലീഷ് N ശങ്കർ, സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷോബി T വർഗീസ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചെണ്ടമേളങ്ങളും കുമ്മാട്ടിക്കൂട്ടങ്ങളും ആഘോഷങ്ങൾക്ക് അകമ്പടിയേകി. ഭക്തജനങ്ങൾക്ക് പുറമെ പ്രഭാത സവാരിക്കാർ, മധ്യാഹ്നങ്ങളിൽ മൈതാനത്ത് വിശ്രമം തേടിയെത്തുന്നവർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, മൈതാനത്തെ ചീട്ടുകളി സംഘങ്ങൾ, സായാഹ്നങ്ങളിൽ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നവർ തുടങ്ങി വലിയൊരു ജനാവലിയാണ് പൂക്കളമൊരുക്കുന്നതിൽ പങ്കാളികളായിരിക്കുന്നത്. ചെണ്ടുമല്ലി, മന്ദാരം, ജമന്തി, തുളസി തുടങ്ങിയ വിവിധ ഇനങ്ങളായ 1500ഓളം കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് 60 അടി വലുപ്പമുള്ള ഭീമൻ അത്തപ്പൂക്കളം തയ്യാറാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. നാലോണ നാളിലെ തൃശൂരിലെ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. നടുവിലാലിൽ മേയർ MK വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. ലോക മലയാളികൾ കാത്തിരിക്കുന്ന തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമാണ് പുലിക്കളിയെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. പുലിക്കളി മഹോത്സവത്തിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളി വളരെ ഭംഗിയായി നടത്തുമെന്നും മേയർ പറഞ്ഞു. ഡിവിഷൻ കൌൺസിലർമാരായ പൂർണിമ സുരേഷ്, AK സുരേഷ്, പുലിക്കളി സംഘം ജനറൽ കൺവീനർ രാഹുൽ നാഥ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോലഴി പൂമ്പാറ്റ ടീമിന്റെ ചെണ്ടമേളവും കൊടിയേറ്റത്തിന് അകമ്പടിയായി. ഇത്തവണ 9 പുലിക്കളി ടീമുകളാണുള്ളത്. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാമിൽ, ചക്കാമുക്ക്, വിയ്യൂർ, പാട്ടുരായ്ക്കൽ, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ, നായ്ക്കനാൽ എന്നീ സംഘങ്ങൾ നാലോണ നാളിൽ നഗരം കീഴടക്കാനിറങ്ങും. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെളിയന്നൂർ പുലിക്കളി സംഘം ഇറങ്ങുന്നത്. 2012 നടന്ന പുലിക്കളിയിൽ വെളിയന്നൂർ ദേശം നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ഒന്നിനൊന്ന് വീറും വാശിയോടെയുമാണ് ഇത്തവണ ഓരോ പുലിക്കളി സംഘവും നഗരത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുമ്മാട്ടി കൊടിയേറ്റം നടുവിലാലിൽ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. കുമ്മാട്ടി കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് കടവിൽ, സെക്രട്ടറി സുമേഷ് കുറ്റൂർ, പ്രദീപ് കുമാർ മുക്കാട്ടുകര, അഡ്വക്കേറ്റ് MC മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 55 കുമ്മാട്ടികൾ അടങ്ങുന്നതാണ് തൃശൂർ ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മ.
എല്ലാവരുടെയും ഒരു സമൂഹമാണ് നമ്മൾക്ക് ഈ ഓണാഘോഷത്തോട് നടത്തുന്നത്. തൃശൂർ പേരൂർ സംയുക്ത ഗണേശോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന് തുടക്കമായി. തൃശൂർ വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനിയിൽ മണികണ്ഠനാൽ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഗണേശ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് നടന്ന ചടങ്ങ് പൂത്തേഴത്ത് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗണേശ വിഗ്രഹങ്ങളുടെ മിഴി തുറക്കൽ ചടങ്ങിൽ കോർപ്പറേഷൻ കൌൺസിലർമാരായ AK സുരേഷ്, പൂർണിമ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഗണപതി ഹോമം, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം പാണ്ടിമേളം അരങ്ങേറി. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഗണേശോത്സവത്തിൽ ഭജൻ, നാമഘോഷ ലഹരി, ബാലപഞ്ചാരി മേളം, തിരുവാതിര എന്നിവ അരങ്ങേറും. ശനിയാഴ്ച ഗജപൂജയും ആനയൂട്ടും നടക്കും. തുടർന്ന് ഗണപതി വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി വാടാനപ്പള്ളി ബീച്ചിൽ നിമജ്ജനം ചെയ്യുന്നതോടെ ഗണേശോത്സവത്തിന് സമാപനമാകും. മണികണ്ഠനാൽ പരിസരത്ത് ശിവസേന UBTയും ഗണേശോത്സവ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച ഗണേശോത്സവത്തിൽ ജിതിൻ കല്ലാറ്റിന്റെ നേതൃത്വത്തിൽ 25 കലാകാരന്മാർ അണിനിരന്ന മേളം അരങ്ങേറി. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ നടപടി തുടരും. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെപ്റ്റംബർ 9 വരെ ടോൾ പിരിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഗതാഗതക്കുരുക്ക് ഏറെക്കുറെ പരിഹരിച്ചതായാണ് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിച്ചത്. സർവീസ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയതായും NHAI പറഞ്ഞു. ഓണക്കാലമായതിനാൽ ടോൾ പ്ലാസയിൽ വാഹന തിരക്ക് ഏറുമെന്നും ഇത് വീണ്ടും കുരുക്കിനിടയാക്കുമെന്നുമുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ വാദം കോടതി അംഗീകരിച്ചു. സെപ്റ്റംബർ 9 കേസ് വീണ്ടും പരിഗണിക്കും. പാലിയേക്കരയ്ക്ക് പിന്നാലെ പന്നിയങ്കരയിലും ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇടക്കാല ഹർജി. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്താണ് ഹർജി നൽകിയത്. മണ്ണത്തി വടക്കുംചേരി ദേശീയപാതയിൽ അടിപ്പാതകളുടെ നിർമ്മാണം മൂലം സർവീസ് റോഡുകൾ തകർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യം ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്ന കല്ലിടുക്ക്, മുടിക്കോട്, വാണിയമ്പാറ എന്നിവിടങ്ങളിൽ ഗതാഗതക്കുരുക്ക് പതിവാണെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഇടവേള. ഗോബോ നന്ദിയുടെ തീമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഗവർണർക്കും കേന്ദ്രത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർവകലാശാലകളെ സഹായിക്കേണ്ട ഗവർണർ ഭരണഘടനാ പദവിയിലിരുന്ന് പുറകിൽ നിന്ന് കുത്തുകയാണെന്നും ഭാരതാംബ വിവാദം ആസൂത്രിതമെന്നും മന്ത്രി. കേരള വിദ്യാഭ്യാസ സമിതിയുടെ ജില്ലാ രൂപീകരണ യോഗവും വിദ്യാഭ്യാസ കൺവെൻഷനും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ടടിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഗവർണർ നടത്തുന്നത്. വിദ്യാഭ്യാസ മേഖലയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്ന കുബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും
ഇന്ന് വലിയ രീതിയിലുള്ള കേന്ദ്രീകരണ പരിശ്രമങ്ങൾ, വർഗീയത, വരേണ്യത എല്ലാം നാം കാണുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ഗവർണർമാർ സർവകലാശാലകളുടെ ചാൻസലർമാർ എന്ന നിലയിൽ കാവ്യവൽക്കരണ അജണ്ടയിലേക്ക് സർവകലാശാലകളെ ആട്ടിക്കൊണ്ടുപോവുകയാണ്. ഗവൺമെന്റിന്റെ അജണ്ട നടപ്പാക്കാനായി നിയോഗിതരായിട്ടുള്ള ഗവർണർമാർ ചാൻസലറായി ഇരിക്കെ RSS അഫിനിറ്റീസിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വൈസ് ചാൻസലർമാരെ മാത്രമല്ല അക്കാദമിക ബോഡികളിലെ അംഗങ്ങളെ കൂടി നിശ്ചയിക്കുന്ന ഗതികേടാണ് ഇന്ന് നമുക്ക് കാണേണ്ടി വരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എന്ന നിലയിൽ ചാൻസലറായി ഇരുന്നപ്പോൾ വലിയ കോലാഹലങ്ങളാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ മന്ത്രി തുള്ളൽ കഥയിലെ വരികൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചെയ്തികളെ പരിഹസിച്ചത്. കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ രാജ്ഭവനിലും പിന്നീട് സർവകലാശാല ക്യാമ്പസിലും കൊണ്ടുവന്നത് ആസൂത്രിതമായി നടപ്പിലാക്കിയ പരിപാടിയാണ്. ഗാന്ധിജിക്ക് പകരം സവർക്കറെ പഠിപ്പിക്കുന്ന ചരിത്ര പുസ്തകങ്ങളും പീരിയോഡിക് ടേബിൾ ഇല്ലാത്ത ശാസ്ത്ര പുസ്തകങ്ങളുമാണ് കേന്ദ്രത്തിൻ്റെത്. ഇതിനെയെല്ലാം നല്ല രീതിയിൽ പ്രതിരോധിച്ചു പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രി പറഞ്ഞു. വളരെ വികലമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനേക്കാൾ പോളിസി ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് അതിനെ വിളിക്കുകയാവും നന്ന്. ചരിത്രത്തിന്റെ തമസ്കരണവും വക്രീകരണവും കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന കാവ്യവൽക്കരണ പരിശ്രമങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാ ധൈഷണിക കേന്ദ്രങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ബഹുഭൂരിപക്ഷവും ബഹിഷ്കൃതരായി നിന്ന ഒരു വിദൂര ഭൂതകാലത്തിന്റെ മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് നന്നായി തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചു പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും സമിതി ചെയർപേഴ്സണുമായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, സംഘാടക സമിതി ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പ്രേമ, സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ്, വിവിധ സംഘടനാ പ്രതിനിധികളായ ഡോക്ടർ AT ജയ, PK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. സംസ്ഥാനത്ത് ഭീതി പരത്തി അമീബിക് മസ്തിഷ്ക ജ്വരം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗബാധ കാണപ്പെടുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 18 പേരാണ് രോഗബാധ മൂലം ചികിത്സയിലുള്ളത്. അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. 97% മരണനിരക്കുള്ള രോഗമാണിത്. വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയുമാണ് ഉണ്ടാവുന്നത്. അണുബാധ ഉണ്ടായ ആദ്യ ദിനം മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണം പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഛർദി, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ രോഗലക്ഷണങ്ങളാണ്. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ എന്നിവിടങ്ങളിലെ ജലം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായി സംസ്ഥാനത്ത് ഈ മാസം 30, 31 തീയതികളിൽ ആരോഗ്യവകുപ്പ് ജനകീയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിച്ചതായും ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിനെതിരെ നടപടിയെടുത്തത് ഹൃദയവേദനയോടെയാണെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോപണമുയർന്നപ്പോൾ മുഖം നോക്കാതെ നടപടി മാർഗമാണ് മുന്നിലുണ്ടായിരുന്നതെന്നും VD സതീശൻ പറഞ്ഞു. കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ ഉണ്ടാകുമെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CPM അഹങ്കരിക്കേണ്ടെന്നും ചില കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നും സതീശൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ DYFI തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. DYFI ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദ് പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ AR രാഹുൽനാഥ്, ബ്ലോക്ക് സെക്രട്ടറി NB നിതീഷ്, DYFI എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡാനിഷ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യം തന്നെ ഈ പറയുന്ന ID കാർഡുകൾ നിർമ്മിക്കുക മാത്രമല്ല അതുപയോഗിച്ച് കള്ളവോട്ട് ചെയ്ത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ എന്തോ അസ്വാഭാവികമായിട്ടുള്ള എന്തോ തനിക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുവായി കാണുന്നത് മുൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അശ്ലീലമായിട്ട് അവരെ ചിത്രീകരിക്കുക. MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മജിസ്ട്രേറ്റ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. നിയമവശങ്ങൾ വിശദമായി പരിശോധിക്കും. വിജിലൻസിൽ നിന്ന് കോടതി റിപ്പോർട്ട് തേടി. ആരാണ് അന്വേഷണം നടത്തിയതെന്ന് വാദത്തിനിടെ കോടതി ചോദിച്ചു. DYSP അല്ല കേസ് അന്വേഷിക്കേണ്ടത്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഹർജി ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിക്കും.
തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടിയില്ല. DGPയുടെ റിപ്പോർട്ടിന്മേൽ താക്കീത് നൽകാനാണ് സർക്കാർ തലത്തിലെ ആലോചന. പൂരം കലക്കലിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മുൻ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് MR അജിത് കുമാറിന്റെ ഇടപെടലുകൾ അന്വേഷിച്ചത്. തൃശൂർ പൂരം അലങ്കോലമായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ടും ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ഇടപെട്ടില്ല എന്നായിരുന്നു കണ്ടെത്തൽ. കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശുപാർശയാണ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയത്. ഇത് അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി ഫയൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. തനിക്കെതിരെ അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന P. വിജയന്റെ ആരോപണവും ശരിവെച്ച് രണ്ടാമത്തെ റിപ്പോർട്ടും നൽകി. ഇതും അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഫയൽ അയച്ചു. എന്നാൽ 2 റിപ്പോർട്ടുകളും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖരന് സർക്കാർ തിരിച്ചയക്കുകയാണ് ചെയ്തത്. റവാഡ ചന്ദ്രശേഖർ ഫയൽ പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അജിത് കുമാറിനെ പോലീസിൽ നിന്ന് എക്സൈസിലേക്ക് മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ടെന്നും സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നുമാണ് DGP റവാഡ ചന്ദ്രശേഖറിന്റെ അഭിപ്രായം. മുൻ DGPയുടെ റിപ്പോർട്ടിൽ ഈ ശുപാർശ എഴുതി ചേർത്തു. ഇതോടെ ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം താക്കീത് നൽകി അവസാനിപ്പിച്ചേക്കുമെന്നാണ് സൂചന. TCV ന്യൂസ്, തൃശൂർ. 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട്ട് ക്ഷേത്രത്തിന് സമീപം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 പീടിക തെക്കേ ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറി സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങി. കൂടെയുണ്ടായിരുന്ന ഭർത്തൃപിതാവ് മോഹനനും പരിക്കേറ്റിരുന്നു. പട്ടിക്കാട് പീച്ചി റോഡ് മേൽപ്പാതയിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനമിടിച്ച അപകടം. വാഹനത്തിന്റെ ഡ്രൈവർ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. മേട്ടുപാളയത്തു നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്നു. വാനിന്റെ ടയർ പഞ്ചറായതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തിയിട്ടിരുന്നു. ഡ്രൈവർ ജാക്കി എടുക്കുന്നതിനായി പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു വാഹനം ഇടിച്ചു കയറിയത്. നാഗപട്ടണത്തു നിന്നും വാടാനപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്നു പിക്കപ്പ് വാനാണ് ഇടിച്ചു കയറിയത്. പിന്നിലിടിച്ച പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് 1 മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നത്. തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സും പീച്ചി പോലീസും ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഡ്രൈവർ നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറിനെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തോട്ടപ്പടിയിൽ കണ്ടെയ്നർ ലോറി അടിപ്പാതയിൽ കുരുങ്ങി. ലോറിയുടെ മുൻഭാഗം പാലത്തിൽ തട്ടുകയായിരുന്നു. ഇതോടെ മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നതിൽ കുരുക്ക് അനുഭവപ്പെട്ടു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ലോറിയാണ് പാലത്തിൽ കുരുങ്ങിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ?
അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ ഇത് ബഫറോഫിയ. അയ്യോ പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ജില്ലാ ഓഫീസായ ഒളിമ്പിക് ഭവൻ തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോഫി മാത്യു അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബിവൻ, അർജുന അവാർഡ് ജേതാവ് ടി വി പോളി, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി കെ ആർ സുരേഷ്, വിക്ടർ മഞ്ഞില തുടങ്ങിയവർ സംസാരിച്ചു. വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുകയെന്ന ആവശ്യവുമായി SDPI തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രതിഷേധ യോഗം SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. അജ്മൽ ഇസ്മയിൽ, TM അക്ബർ, യഹിയ മംഗലാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. വോട്ടുകൊള്ളക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കഴിയുന്ന അന്തേവാസികൾക്കുള്ള വാർഷിക ഗ്രാന്റ് ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. മദർ തെരേസ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ N. അലി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിൽ മാനവികതയുടെയും ജീവകാരുണ്യത്തിന്റെയും പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന ആ മഹത് വ്യക്തിത്വത്തെ അനുസ്മരിക്കുമ്പോൾ ഇന്ന് സംസ്ഥാനത്തെമ്പാടുമുള്ള വിവിധ ഓർഫ് വകുപ്പിന്റെ മുദ്രാവാക്യം ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ബുധനാഴ്ച വിധി പറയും. വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. വേടന്റെ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. വേടൻ ലൈംഗികാതിക്രമം നടത്തിയ പരാതിയിൽ മറ്റൊരു കേസ് എറണാകുളം സെൻട്രൽ പോലീസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2020 കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചുവരുത്തി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ശുദ്ധി ചടങ്ങുകളും പുണ്യാഹവും നടത്തി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കുളത്തിൽ പുണ്യാഹം നടത്തിയത്. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിച്ചു. ഗുരുവായൂരപ്പനും ഉപദേവന്മാർക്കും ശുദ്ധി പുണ്യാഹ ചടങ്ങുകൾ നടത്തി. ഉച്ചയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി ക്ഷേത്ര നടയടച്ചു. അതുവരെ ഭക്തരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ ഇറങ്ങി റീൽസ് ചിത്രീകരിച്ചതിനെ തുടർന്നാണ് പുണ്യാഹവും ശുദ്ധി ചടങ്ങുകളും നടത്തുവാൻ ദിവസം തീരുമാനിച്ചത്. ഇവർക്കെതിരെ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ യുവാവിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണ ഏലസും മൊബൈൽ ഫോണും കവർന്ന കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. മാള വലിയപറമ്പ് സ്വദേശി പോട്ടക്കാരൻ വീട്ടിൽ അജയ്, സഹോദരൻ രോഹിത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉഴുവത്തുകടവ് സ്വദേശി പൈനാടത്ത് കാട്ടിൽ അനന്തുവിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത്. സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർമാരായ K. സാലിം, ജിജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ്, വിഷ്ണു, അബീഷ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മാള മടത്തുംപടി ചാക്കാട്ടിക്കുന്നിൽ 2 പേരെ ചില്ലുകുപ്പികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ. ചക്കാട്ടിക്കുന്ന് സ്വദേശികളായ കോനാട്ട് വീട്ടിൽ ജിതേഷ്, മുത്തിരത്തിപ്പറമ്പിൽ നിതിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചക്കാട്ടിക്കുന്ന് സ്വദേശി മാമ്പ്ര വീട്ടിൽ ജോവിഷിനെയും ബന്ധുവായ സുജിത്തിനെയും ആക്രമിച്ച കേസിലാണ് നടപടി. അറസ്റ്റിലായവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു.
വരന്തരപ്പിള്ളി കോരനൊടിയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വരന്തരപ്പിള്ളി വടക്കുമുറി സ്വദേശികളായ പട്ടേപ്പാടൻ വീട്ടിൽ അഭിജിത്ത്, സഹോദരൻ അഭിഷേക്, വരന്തരപ്പിള്ളി കോരനടി സ്വദേശി ചാക്കോരി വീട്ടിൽ അനീഷ് എന്നിവരെയാണ് വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോരനടി സ്വദേശി പതുക്കുടി വീട്ടിൽ ഷിഹാസിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. വരന്തരപ്പിള്ളിയിലെ ബാറിൽ വെച്ച് പ്രതിയുടെ ബൈക്ക് വാങ്ങിക്കൊണ്ടുപോയത് തിരികെ കൊടുക്കാൻ വൈകിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ ഷിഹാസിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശാങ്കടവ് ജലോത്സവത്തിന് കൊടിയേറി. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ കൊടിയേറ്റ് നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 6-നാണ് ജലോത്സവം. ഇനി ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. ഓണം വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ പൂവിപണി സജീവമായി കഴിഞ്ഞു. ഇനി മലയാളികളുടെ വീട്ടുമുറ്റങ്ങൾ പല നിറമുള്ള പൂക്കളാൽ നിറയും. വാരിക്കോരി കവരതറേ കവരതറേ വാരിക്കോരിട കവരതറേ കവരതറേ വന്നോളി കൊണ്ടേകൊരിട കാലിയകട കാലിയക കവരതറേ കവരതറേ വാരിക്കോരിട. മത്തപൂത്താൽ അത്തം വന്നു ഓണം വന്നു എന്നാണ് പഴമൊഴി. ഓണാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് പൂക്കളം. പണ്ട് നാട്ടിടവഴികളെ സമ്പന്നമാക്കിയിരുന്ന നാടൻ പൂക്കളാണ് വീട്ടുമുറ്റങ്ങളിലെ പൂക്കളങ്ങളെ വർണ്ണാഭമാക്കിയിരുന്നത്. എന്നാൽ കാലം മാറുന്തോറും ആ സ്ഥാനം അന്യസംസ്ഥാന പൂക്കൾ കൈയടക്കിയിരിക്കുന്നു. ദിണ്ടിഗൽ, സേലം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ എത്തുന്നത്. എല്ലാ തവണയും പൂവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇത്തവണ എങ്ങനെയാണ് പൂവില എന്നുള്ളത് നമുക്ക് വ്യാപാരികളോട് തന്നെ ചോദിച്ചറിയാം. ഇപ്രാവശ്യം പൂവിൻ്റെ വില എന്ന് പറഞ്ഞാൽ അവിടെ വില കൂടുതലാണ്. പക്ഷേ നമ്മളിവിടെ കൂടെ വിലയ്ക്കൊന്നും കൂട്ടിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ വില മാത്രമേ ഒന്നും ഇവിടെ ഇപ്രാവശ്യം ചെയ്യുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കച്ചവടം ഭയങ്കര മോശം ആണ്. ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ സമയത്തൊക്കെ നല്ലോണം നിരത്തുന്ന ആൾക്കാർ നിൽക്കുന്ന സമയമാണ്. പിന്നെ ഇതിൻ്റെ ഒക്കെ വാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഇതിന് വാടക തന്നെ കൊടുക്കണം. 10-16 പണിക്കാർ, അവർക്കുള്ള ശമ്പളം, ലൈറ്റ്, ഭക്ഷണം, പിന്നെ ഇതെല്ലാം കൂടി കൂടുമ്പോൾ തന്നെ ദിവസം നമുക്കൊരു 60,000-60,000 രൂപ 70,000 രൂപ ചിലവ് തന്നെയുണ്ട്. ഇത് ഈ ചിലവിന് നമ്മൾ ആൾക്കാരൊന്ന് കൂട്ടി മേടിക്കും ചോദിക്കുമ്പോൾ എന്താ വില കൂടുന്നു ചോദിക്കുന്നത്. കാരണം നമുക്ക് അവിടെ വില, പക്ഷേ ഇവിടെ ഇപ്പോൾ പക്ഷേ നിങ്ങൾ വില കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വില കുറച്ചിട്ടുള്ളൂ ഞങ്ങളിവിടെ. അപ്പം നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ഇനിയിപ്പോൾ ഓരോ ദിവസം അടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് വില വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, വലിയ വില കൂടാനുള്ള സാധ്യത കുറവാണ്. എന്നാലും പിന്നെ അവിടെ നിന്ന് വരുന്നതനുസരിച്ച് അവർ ബില്ല് തരുന്നതനുസരിച്ചാണ് നമ്മളിവിടെ. പക്ഷേ ഇപ്പോൾ ബില്ലിൽ നമ്മളൊന്നും കയറ്റി വെച്ചിട്ടില്ല. ഒക്കെ നമ്മളെ ആ ബില്ലിൽ നിസ്സാരമായ നമ്മളെ ലാഭങ്ങൾ അനുസരിച്ചുള്ള വില മാത്രമേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇതാണ് പൂക്കളിലെ താരം ആഷ്ട്ര. 3 തരം കളറുകളിലാണ് ഈ പൂ എത്തിയിട്ടുള്ളത്. 400 രൂപയാണ് ഇതിൻ്റെ വില. ചെറിയ റോസാപ്പൂ 400, വെള്ള ജമന്തി 400. ചെണ്ടുമല്ലിയിൽ 2 തരത്തിലുള്ള ചെണ്ടുമല്ലികളാണുള്ളത്. ഒന്ന് മഞ്ഞയും ഓറഞ്ചും. രണ്ടിനും 150 രൂപയാണ് വില വരുന്നത്. വാടാമല്ലിക്ക് 300 രൂപയാണ് വില. ഇത്തരത്തിൽ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടെങ്കിലും ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം 100 രൂപയുടെയും 50 രൂപയുടെയും പാക്കറ്റുകളാക്കി ഈ പൂ വാങ്ങാവുന്നതാണ്. ഇനി ഈ അത്തം മുതൽ തുടങ്ങുന്ന ഈ പൂവിപണി തിരുവോണ തലേന്ന് വരെ സജീവമായിരിക്കും. മാത്രമല്ല പ്രധാന നഗരങ്ങളിലും ഒപ്പം തന്നെ പ്രധാന കവലകളിലും ഇത്തരത്തിലുള്ള പൂവിൽപ്പന സംഘങ്ങൾ ഉണ്ടായിരിക്കും. ഏതായാലും ഓണം കളറാക്കാൻ പൂവിപണി സജീവമായി കഴിഞ്ഞു. ക്യാമറമാൻ പ്രവീണിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്. അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. ഇനി തിരുവോണം വരെ എല്ലാ ദിവസവും ക്ഷേത്രനടയിൽ വിവിധ വർണ്ണത്തിലും രൂപത്തിലുമുള്ള പൂക്കളമുണ്ടാകും. ഗുരുവായൂരിലെ പൂവ്യാപാരികളാണ് കാലങ്ങളായി അത്തം മുതൽ 10 ദിവസവും വഴിപാടായി കിഴക്കേ ഗോപുരനടയിൽ പൂക്കളം തീർക്കാറ്.
ദേവീദേവന്മാരുടെയും ഗുരുവായൂരപ്പന്റെയും മാതൃകയാണ് പൂക്കളിന്ന പൂക്കളമിടൽ പുലർച്ചെ നട തുറക്കുന്നതുവരെ നീളും. പൂക്കളത്തിനു ചുറ്റും നിലവിളക്കും ചെരാതുകളും കത്തിച്ചു വയ്ക്കും. ഭക്തർ പൂക്കളത്തിൽ കാണിക്ക സമർപ്പിക്കും. ദർശനത്തിനെത്തുന്നവരും വധൂവരന്മാരും ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പൂക്കളത്തിന് മുന്നിൽ ഫോട്ടോയെടുക്കാൻ തിരക്ക് കൂട്ടും. ഗുരുവായൂരിലെ പൂവ്യാപാരിയായിരുന്ന തേക്കത്ത് ഉണ്ണികൃഷ്ണനാണ് അത്തം നാളിൽ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളമിട്ട് തുടങ്ങിയത്. ഉണ്ണികൃഷ്ണൻ 2017 മരിച്ചതോടെ മക്കൾ അച്ഛന്റെ ദൗത്യം ഏറ്റെടുത്തു. മകൻ സന്ദീപിന്റെ നേതൃത്വത്തിൽ 20ഓളം പേർ ചേർന്ന് 20 അടി വലുപ്പമുള്ള കളമാണ് ഇത്തവണ തീർത്തത്. ചെണ്ടുമല്ലി, ജമന്തി, വാടാർമല്ലി തുടങ്ങി 8ഓളം പൂക്കളാണ് ഉപയോഗിച്ചത്. 50 കിലോ പൂക്കൾ ഇതിനായി വേണ്ടിവന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ പൂക്കളമിടുന്നതിന് വ്യാപാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. അത്തം പിറന്നതോടെ ഓണവിപണിയിൽ തിരക്കേറുന്നു. വിവിധ ക്ലബ്ബുകളും സംഘടനകളും ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത്. എന്നാൽ റെഡിമെയ്ഡ് പൂക്കളങ്ങളുടെ സാന്നിധ്യം പരമ്പരാഗത പൂക്കച്ചവടത്തിന് വെല്ലുവിളി ഉയർത്തുന്നു. ഒരിക്കൽ വാങ്ങിയാൽ വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന റെഡിമെയ്ഡ് പൂക്കളങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. തുണിപ്പൂക്കൾ, ഓണാശംസ സ്റ്റിക്കറുകൾ, മാവേലി സ്റ്റിക്കർ എന്നീ അലങ്കാരങ്ങൾ വിപണിയിൽ സുലഭമാണ്. കുടുംബശ്രീ, സഹകരണ ചന്തകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ എന്നീ സ്ഥാപനങ്ങൾ ഓണവിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓണസമ്മാനങ്ങളുമായി വൻകിട കച്ചവടക്കാരും വിപണിയിൽ സജീവമാണ്. വെള്ളിയാഴ്ച സ്കൂളുകൾക്ക് ഓണാവധി എത്തുന്നതോടെ വിപണിയിൽ തിരക്ക് കൂടും. വിവിധ സംഘടനകൾ പായസ ചലഞ്ചുകൾ സംഘടിപ്പിച്ച് ആഘോഷത്തിന് നിറം കൂട്ടുന്നു. എന്നാൽ അടുത്ത ദിവസം മുതൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് കച്ചവടക്കാരുടെ ആശങ്ക ഉയർത്തുന്നുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. പഴയന്നൂർ വെന്നൂർ നീലിപ്പാടത്തെ പൂന്തോട്ടത്തിലേക്ക് പൂത്തേടി ദേശവാസികളുടെ ഒഴുക്ക്. പാറപ്പാറ വീട്ടിൽ ഷംസുദ്ദീനും ഭാര്യ ഷബീനയുമാണ് പൂപ്പാടം ഒരുക്കിയിരിക്കുന്നത്. മഞ്ഞയും ചുവപ്പും ചെണ്ടുമല്ലിപ്പൂക്കളാണ് പൂന്തോട്ടം നിറയെ. കുമ്പളക്കോട് ഭജനമഠത്തിന് സമീപം പാട്ടത്തിനെടുത്ത 2 ഏക്കർ കൃഷിയിടത്തിൽ കൂവയും ബാക്കി ഭാഗത്ത് ചെണ്ടുമല്ലിയുമാണ് കൃഷി. 1400 തൈകൾ നട്ടു. എല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച വർണ്ണമനോഹരമാണ്. കിലോയ്ക്ക് 170 മുതൽ 180 രൂപ വരെയാണ് നിലവിലെ വില. ഓണം അടുക്കുമ്പോൾ കിലോയ്ക്ക് 300 രൂപ വരെ വില ഉയർന്നേക്കാം. പഴയന്നൂരിലെ കുടുംബശ്രീ ഇവരുടെ പൂക്കൾ വിപണി വിലക്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 1400 തൈ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ അത്തത്തിന് മുന്നേ ആയിട്ട് എല്ലാ ചെടികളും പൂത്തു. ഇതിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ സക്സസ് ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ ചെയ്യണമെന്നുണ്ട്. ഷംസുദ്ദീൻ ആദ്യമായാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. കൂവയും ചേനയുമാണ് സ്ഥിരം കൃഷി. 2 മാസം മുൻപാണ് തൃത്താലയിലെ കുടുംബശ്രീ സംരംഭകരിൽ നിന്ന് ചെണ്ടുമല്ലി തൈകൾ വാങ്ങിയത്. എന്തായാലും പൂക്കൃഷി ചതിച്ചില്ല. ജൂൺ 19-ാം തീയതിയോട് വെച്ച് ഒരു ഏകദേശം 2 മാസം ആകുമ്പോഴേക്കും മൊട്ടിട്ടു, പൂക്കളും വന്നു. അതിൻ്റെ ഇടയിൽ 15 ദിവസം ആകുമ്പോൾ ഞങ്ങൾ തലയൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. തല വെട്ടി ഞങ്ങൾ ബാക്ക് സൈഡിൽ വേറെയും വെച്ചിട്ടുണ്ട്. അതിലും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓണാകുമ്പോഴേക്കും നിറച്ച് പൂക്കളായി. പൂപ്പാടത്തിന്റെ വർണ്ണക്കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഓണത്തിന്റെ തിരക്കൊഴിഞ്ഞാൽ പാട്ടത്തിനെടുത്ത 2 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിക്കാനാണ് ഷംസുദ്ദീന്റെ തീരുമാനം. TCV ന്യൂസ്, തിരുവില്ലാമല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങിയ യുവാവിനെ 5 വർഷത്തിന് ശേഷം പിടികൂടി. ചെന്നൈ കോടമ്പാക്കം ഭരതീശ്വർ കോളനി സ്വദേശി രാജ്കുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ആളൂർ SHO B ഷാജിമോൻ, SI TA ജെയ്സൺ, CPOമാരായ ഡാനിയേൽ, സാനി, ഹരികൃഷ്ണൻ, ആഷിഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാവറട്ടി പെരിങ്ങാട് സ്വദേശിയായ ബാർ ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. വരടിയം ചീരക്കാട്ടുകുഴിയിൽ രാഹുലിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ 16-നാണ് കേസിനാസ്പദമായ സംഭവം. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ബാർ ജീവനക്കാരനെയും സഹപ്രവർത്തകനെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ.
ഓണാഘോഷത്തിന്റെ പേരിൽ അധ്യാപിക വിദ്യാർത്ഥികളെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമം നടത്തിയെന്നാരോപിച്ച് കുന്നംകുളം പോലീസിൽ പരാതി നൽകി ഡിവൈഎഫ്ഐ. ഓണം ഹിന്ദു മതസ്ഥരുടെ ആചാരമാണ്, അത് പ്രോത്സാഹിപ്പിക്കരുത് എന്നായിരുന്നു അധ്യാപിക രക്ഷിതാക്കൾക്കുള്ള വാട്സപ്പ് സന്ദേശത്തിലൂടെ പറഞ്ഞത്. കല്ലുംപുറം സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപികയാണ് ഇത്തരത്തിൽ രക്ഷിതാക്കൾക്ക് സന്ദേശം അയച്ചത്. വിവിധ മതവിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത്. ഇതേ സ്കൂളിലെ മറ്റൊരു അധ്യാപികയും സമാനമായ രീതിയിൽ ശബ്ദ സന്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓണം വിപുലമായി ആഘോഷിച്ചു. ഈ വർഷം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഓണം ആഘോഷിച്ചാൽ മതിയെന്നാണ് മാനേജ്മെന്റ് തീരുമാനമെന്നായിരുന്നു ആ സന്ദേശം. മാവേലി വേഷം കെട്ടുന്നതും പൂക്കളിടുന്നതും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്നാണ് അവർ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. അധ്യാപികയുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ നൽകിയാണ് ഡിവൈഎഫ്ഐ കടവല്ലൂർ നോർത്ത് മേഖലാ ഭാരവാഹികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മുസ്ലിങ്ങളായി ഇസ്ലാം മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ദേശമംഗലത്ത് ഉപയോഗശൂന്യമായ പാറമടയിൽ ഉടമയായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന പൂക്കോഴി മുണ്ടത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. മോട്ടോർ കേടുവന്നതിനെ തുടർന്ന് നന്നാക്കാനായി പോയതായിരുന്നു. ഏറെ വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പഴഞ്ഞി ഐനൂരിൽ അതിഥി തൊഴിലാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശി 34 വയസ്സുള്ള അബ്ദുൽ കലാം ആസാദാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ ഡയാലിസിസ് വാർഡ് തുറന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആയുരാരോഗ്യ സൗഖ്യം പദ്ധതിയുടെ സഹകരണത്തോടെ 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ വാർഡ് ഒരുക്കിയത്. നേരത്തെ 12 ഡയാലിസിസ് മെഷീനുകളാണ് ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നത്. പുതിയതായി 4 മെഷീനുകൾ കൂടി സ്ഥാപിച്ചു. നിലവിൽ ദിവസവും 20 പേർക്കാണ് ഡയാലിസിസ് സേവനം നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാർക്ക് കീഴിൽ 3 നഴ്സുമാരും 7 ടെക്നീഷ്യന്മാരും ഡയാലിസിസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9355 രൂപ, പവന് 74,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു. ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. നാലോണ നാളിലെ പുലിക്കളിക്ക് തൃശൂരിൽ കൊടിയേറി. വാലിയക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെപ്റ്റംബർ 9 വരെ ടോൾ പിരിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി R ബിന്ദു. ഭരണഘടനാ പദവിയിലിരുന്ന് ഗവർണർ പുറകിൽ നിന്ന് കുത്തുകയാണെന്ന് മന്ത്രി. സംസ്ഥാനത്ത് ഭീതി പരത്തി അമീബിക് മസ്തിഷ്ക ജ്വരം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗബാധ കാണപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിവാദം അവസാനിച്ചതായും ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
CPM അഹങ്കരിക്കേണ്ടെന്നും ചില കാര്യങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും സതീശൻ. MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മതിയായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.